ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ്, ഇതാ നമ്മുടെ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റിസപ്ഷൻ്റെ അന്ന് തന്നെ നിജാസിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. പിന്നെ പഴയതുപോലെ തന്നെ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. മക്കളൊക്കെ പഠിക്കാനൊക്കെ പോയി, ട്യൂഷനൊക്കെ പോയി. ഞാനെന്താ ഇവിടെ ഒറ്റയ്ക്കുണ്ട്. കുറേ ദിവസം അവിടെ ആയിരുന്നപ്പോഴത്തേക്ക് നല്ലൊരു ഇതായിരുന്നു. എല്ലാവരെയും കാണുകയും ഇരിക്കുകയും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഒക്കെ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും ഒക്കെ ഒത്തൊരുമിച്ച് കൂടുമല്ലോ. അപ്പോൾ എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ഒറ്റയ്ക്ക് പോലെ ആയിപ്പോയി. കുറേ ദിവസം അവിടെ നിന്നിട്ട് എല്ലാവരെയൊക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്ത് അപ്പം അങ്ങനെ ഒരു ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ പഠിക്കാൻ പോയി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആരെന്ന് വെച്ചാൽ നിജാസിൻ്റെ കുഞ്ഞുമ്മയാണ്. കുഞ്ഞാന്നാണ് വിളിക്കുന്നത്, ചക്കര മേമ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മളെ നാട്ടിൽ പിന്നെ ഉമ്മയുടെ അനിയത്തി കുഞ്ഞുമ്മ, കൊച്ചുമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരുടെ നാട്ടിൽ മേമാന്ന്. അപ്പോൾ അതുകൊണ്ട് അവളെന്നെ മേമാന്ന് വിളിക്കും, നിജാസിനെ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിജാസിൻ്റെ ഉമ്മയുടെ അനിയത്തിയാണ് ഞാൻ. എനിക്ക് 3 കുട്ടികളുണ്ട്. ഫസ്റ്റ് ട്വിൻസാണ്. അവർ 10th പഠിക്കുന്നു. ഇളയത് ഒരു കുട്ടിയുണ്ട്, അവൾ 7th പഠിക്കുന്ന. 3 മക്കളാണ്. പിന്നെ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡ് ദുബൈയിലാണ്. പിന്നെ കല്യാണത്തിനൊന്നും വന്നിട്ടില്ല, വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് വന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വന്നനെയിരുന്നു. ആളിന് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ചക്കരയെ പറ്റി പറയാനുള്ളത്, ഇപ്പോൾ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് നേരത്തെ പരിചയമുള്ളത് കൊണ്ടും വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അവൾ വന്നിട്ട് നമുക്കൊരു പുതിയൊരാൾ വന്നെന്നുള്ളൊരിതായിട്ട് തോന്നിയിട്ടില്ല. നമ്മളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പാവമാണ്. അവരുടെ വീഡിയോയിൽ കാണുന്ന കണക്ക് തന്നെയാണ് ആൾ. അവിടുത്തെ പോലെ തന്നെയാണ് ഇവിടെയും. എല്ലാവരോടും നല്ല സ്നേഹവും കാര്യമൊക്കെയാണ്. നല്ലൊരു കുട്ടിയാണ്, ഒരു കുഴപ്പമില്ല. അവൾ പാവമാണ്. പിന്നെ അവിടെ എങ്ങനെയാണോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന എങ്ങനെയാണോ അതേ ചക്കര തന്നെയാണ് ഇവിടെയും. പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നുമില്ല. ആൾ ഹാപ്പിയാണ്, അവൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാ ജീവിതം മുഴുവനും ഇനി അങ്ങനെ സന്തോഷമായിട്ട് പോട്ടെ എന്ന് തന്നെ എൻ്റെയും പ്രാർത്ഥന. ഹലോ ഗേസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. എവിടെ പോകണമെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. കല്യാണം കാര്യങ്ങളൊക്കെ ഒന്നും വാങ്ങിക്കാനൊന്നിനും പറ്റിയില്ല, വീട്ടു സാധനങ്ങളൊന്നും. അപ്പോൾ അങ്ങനെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ അടുത്ത ഷോപ്പിൽ പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഗേസ്, ഞാൻ അക്കവും കൂടി പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്, റെഡിയായി. അക്കവും കൂടിയാണ് വരുന്നതെന്ന് കടയിൽ സാധനം മേടിക്കാൻ പോകാൻ. അപ്പോൾ ഗേസ്, നമ്മൾ നടന്ന് പോവുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. കുറച്ച് ഉള്ളൂ കയറാനായിട്ട്. കടയിൽ പോകാൻ കുറച്ച് ദൂരമേ ഉള്ളൂ. വണ്ടി എടുത്തിട്ടില്ല. വണ്ടി നിജാസിൻ്റെ വീട്ടിലായിപ്പോയി. ഇനി പോയി എടുക്കണം. അപ്പം നമ്മൾ നടന്ന് കയറി പോവുകയാണ് ഞാനൊക്കെ കൂടി. അങ്ങനെ ഗേസ്, നമ്മൾ കുമ്മൾ എത്തിയിട്ടുണ്ട്. കുമ്മളിലാണിത് സ്ഥലം. അപ്പോൾ നമ്മുടെ സ്ഥലമാണ് ഈ കാണുന്നത്, കുമ്മൾ ടൗൺ. അപ്പോൾ ഇവിടെ സ്മാർട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് റിലയൻസ് മാളിൻ്റെ സ്മാർട്ട് പോയിൻറ്റിലാണ് നമ്മൾ സാധനം മേടിക്കാനായിട്ട് പോകുന്നത്. അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലുലു മാളിൽ നമുക്ക് ഓഫർ ഇടുന്ന കണക്ക് ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോവുകയാണ്. ബാക്കി വീഡിയോയിൽ കാണാം.
അപ്പോൾ ഗേസ് നമ്മൾ കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ രണ്ടുപേരും ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസം കല്യാണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സൊക്കെ പെൻഡിങ് ആയി. അപ്പോൾ അതിന് നോട്ട്സുകളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ വേറൊരു ആൾ അടുത്ത റൂമിലിരിപ്പുണ്ട്, അക്കു. അതും അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ 3 പേരും പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.